നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഫസ്റ്റ് ഇയറിലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇക്വിലിബ്രിയത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും ഒരുവിധമുള്ള എല്ലാ കൺസെപ്റ്റുകളും ഞാനിപ്പോൾ ഇവിടെ പറയുന്നു. ഇക്വിലിബ്രിയം ആദ്യം നമുക്ക് ഈ പാഠം പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന് അറിയണം. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എ എന്ന് പറയുന്ന വസ്തു ബി ആയി മാറുന്നു, അതേസമയം ബി എന്ന് പറയുന്ന വസ്തു തിരിച്ചെന്തായി മാറുന്നു, എ ആയി മാറുന്നു എന്ന് വിചാരിക്കും. അതായത് റിയാക്ടന്റ് ഈ ലെഫ്റ്റ് സൈഡ് ആരുടെ ലെഫ്റ്റ് സൈഡ് ചെയ്യുന്നതിനെ നമ്മൾ റിയാക്ടന്റ് എന്നാണ് വിളിക്കുന്നത്, ആരുടെ റൈറ്റ് സൈഡ് ചെയ്യുന്നതിനെ നമ്മൾ പ്രൊഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുകയും പ്രൊഡക്റ്റ് തിരിച്ച് എന്താവുകയും ചെയ്യും, റിയാക്ടന്റ് ആവുകയും ചെയ്താൽ അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇനി റിയാക്ടന്റ് എന്ന് പറയുന്ന വസ്തു പ്രോഡക്റ്റ് ആയി മാത്രം മാറുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്ത് റിയാക്ഷൻ ആണ്, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. തിരിച്ച് ആവത്തില്ല. അതായത് പ്രോഡക്റ്റ് തിരിച്ച് എന്താവത്തില്ല, റിയാക്ടന്റ് ആവുന്നില്ല എങ്കിൽ അത് ഏതുതരം റിയാക്ഷൻ ആണ്, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റിവേഴ്സിബിൾ റിയാക്ഷനുകളിൽ ഇതിൽ തന്നെ രണ്ട് റിയാക്ഷൻ ഉണ്ട്. റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്ന റിയാക്ഷനും ഉണ്ട്, പ്രൊഡക്റ്റ് തിരിച്ചെന്താവുന്ന റിയാക്ഷൻ ഉണ്ട്, റിയാക്ടന്റ് ആവുന്ന റിയാക്ഷൻ. അതായത് എ ഗീവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷനും ഉണ്ട്, ബി ഗീവ്സ് എ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്. ആദ്യത്തെ റിയാക്ഷനെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫോർവേഡ് റിയാക്ഷൻ. ഇനി പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആവുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നും വിളിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. N2 പ്ലസ് 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3. ഇങ്ങനെ ഒരു റിയാക്ഷൻ തരാം. ഇതിലെ ഫോർവേഡ് റിയാക്ഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ N2ഉം 3H2 കൂടെ ചേർന്ന് NH3 ആവുന്ന റിയാക്ഷൻ ആണ്. N2ഉം 3H2ഉം കൂടെ ചേർന്ന് എന്താവുന്നു, 2NH3 ആവുന്ന റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ്, ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഇനി തിരിച്ചുള്ള റിയാക്ഷൻ എന്താ, തിരിച്ചുള്ള റിയാക്ഷൻ 2NH3 ഗീവ്സ് N2 പ്ലസ് 3H2. തിരിച്ചുള്ള റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അപ്പൊ റിയാക്ടിന്റെ പ്രൊഡക്റ്റ് ആവുന്ന റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ, പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആവുന്ന റിയാക്ഷനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. രണ്ടിന്റെയും സ്പീഡ് ഒന്നല്ല. സ്പീഡിന് പകരം നമ്മൾ വിളിക്കുന്ന പേരാണ്, കെമിസ്ട്രിയിൽ പറയുന്ന പേരാണ് റേറ്റ്. ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് ഒരുപോലെയല്ല. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റിനെ RF എന്നും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റിനെ RB എന്നും കൊടുത്താൽ എപ്പോഴാണോ RF ഈസ് ഈക്വൽ ടു RB ആകുന്നത്, അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും എപ്പോഴാണ് ഈക്വൽ ആകുന്നത്, ആ പോയിന്റ് ഓഫ് ടൈമിലാണ് റിയാക്ഷൻ എന്തിലാണ് എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് റിയാക്ഷൻ എന്തിലാണ് എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നു. ഇനി ഇക്വിലിബ്രിയം എല്ലാ റിയാക്ഷനുകളിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന സ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത, ഇക്വിലിബ്രിയം റിവേഴ്സിബിൾ റിയാക്ഷനുകളിൽ മാത്രമേ അറ്റൈൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. റിവേഴ്സിബിൾ റിയാക്ഷനുകളിൽ മാത്രമേ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പ്രോസസ്സ് എത്തിച്ചേരത്തുള്ളൂ. ഇക്വിലിബ്രിയം ഈസ് ഓൺലി അറ്റൈനബിൾ ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇക്വിലിബ്രിയത്തിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയിരിക്കും. അടുത്ത ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് ഇപ്പൊ ചിലപ്പോൾ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് 10 ആയിരിക്കും, ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് 50 ആയിരിക്കും. ചില സമയത്ത് ഫോർവേഡിന്റെ സ്പീഡ് കൂടി 10 എന്നുള്ളത് കൂടി വന്ന് ചിലപ്പോൾ 50 ആകുന്ന വെച്ചോളൂ. അതായത് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും ഇപ്പൊ ഈക്വൽ ആയില്ലേ. അതായത് ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് മാത്രം കൂടി വന്ന് രണ്ടിന്റെ സ്പീഡ് ഈക്വൽ ആയി. അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കാം. ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് 10ഉം ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് 50 ആണെങ്കിൽ ബാക്ക്വേർഡിന്റെ സ്പീഡ് കുറഞ്ഞു 50 കുറഞ്ഞു വന്ന് 10 ആവാം. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷന്റെയും ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഒരേപോലെ ആയില്ലേ. അപ്പോൾ രണ്ട് ഡയറക്ഷനിലും ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡിന് മാറ്റം വന്നുകൊണ്ടും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡിന് മാറ്റം വന്നുകൊണ്ടും രണ്ടിന്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് സെയിം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈനബിൾ ഇൻ എയ്തർ ഡയറക്ഷൻ, ബോത്ത് ഫ്രം ഫോർവേഡ് ഡയറക്ഷൻ ഓർ ഫ്രം ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഇക്വിലിബ്രിയത്തിനെ എന്തെന്ന് വിളിക്കുന്നത്, ഡൈനാമിക് എന്ന് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ കാറ്റലിസ്റ്റിന് എഫക്റ്റ് ഇല്ല. കാറ്റലിസ്റ്റ് ഹാസ് നോ എഫക്റ്റ് അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന വസ്തു
എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. റിയാക്ഷന്റെ റേറ്റ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ വേണ്ടി അതിലൂടെ ചേർക്കുന്ന വസ്തുക്കളാണ് കാറ്റലിസ്റ്റുകൾ. പക്ഷെ കാറ്റലിസ്റ്റുകൾക്ക് റിയാക്ഷന്റെ സ്പീഡിൽ യാതൊരുവിധ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ റിയാക്ഷന്റെ റേറ്റിൽ യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ല. കാരണം ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡും ബാക്ക്വേർഡും എന്താണ്, ഈക്വൽ ആണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പ്രോസസ്സിന്റെ അടുത്തൊരു പ്രത്യേകതയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റങ്ങളിൽ മാത്രമേ അറ്റൈൻ ചെയ്യത്തുള്ളൂ. എന്താ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റം എന്ന് മാത്രമല്ല. സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത് അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ സിസ്റ്റം ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എനർജിക്കും അതേപോലെ തന്നെ മാറ്ററിന്റെ അളവിനും മാറ്റം വരുന്നില്ല എങ്കിൽ, ഇപ്പൊ ഒരു ഫ്ലാസ്കില് തെർമോഡൈനാമിക്സ് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഒരു ഫ്ലാസ്കില് ചൂട് ചായ ഒഴിച്ചു വെച്ചിരിക്കുന്നു. അത് എത്ര നേരം കഴിഞ്ഞാലും അതിലെ അളവോ അല്ലെ ആ ഫ്ലാസ്കിനുള്ളിലെ ചായയുടെ അളവോ ചൂടോ മാറത്തില്ല. തെർമൽ ഫ്ലാസ്കിനകത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമുക്ക് പറയാം ആ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് എന്ന് പറയാം. ഇതേ ചായയെ നമ്മളൊരു പാത്രത്തിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ എനർജി മാറും, പക്ഷെ അതിന്റെ എന്തെങ്കിലും അളവ് വെളിയിൽ പോകുന്നുണ്ടോ, അതിന്റെ ചൂട് കുറയും അല്ലേ, പക്ഷെ അത് അതിന്റെ എന്തെങ്കിലും അളവ് കുറയുന്നുണ്ടോ, അളവ് വ്യത്യാസം വരുന്നുണ്ടോ, എന്തെങ്കിലും വേപ്പറായി വെളിയിൽ പോകുന്നുണ്ടോ, ഇല്ല. അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു വസ്തു നഷ്ടപ്പെടുന്നില്ല. എനർജിക്ക് മാത്രമേ സറൗണ്ടിങ്സുമായിട്ട് ചേഞ്ച് വരുന്നുള്ളൂ. സോ അത്തരം സിസ്റ്റങ്ങളെ നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ചൂട് ചായ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ചൂടും നഷ്ടമാവും, കുറെയൊക്കെ അതിലുള്ള വെള്ളം എന്തായി പോകും, നീരാവിയായി പോവുകയും ചെയ്യും. അതായത് അളവിനും മാറ്റം വരുന്നുണ്ട്, അതേപോലെ എനർജിക്ക് മാറ്റം വരുന്നുണ്ട്. ആ രീതിയിലുള്ള സിസ്റ്റങ്ങളെ നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സിസ്റ്റംസ് തന്നെ 3 ടൈപ്പ് ഉണ്ട്: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിൽ എനർജിയും മാറ്ററും സറൗണ്ടിങ്സുമായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്ലോസ്ഡ് സിസ്റ്റം ആവുമ്പോൾ എനർജി മാത്രമേ സറൗണ്ടിങ്സുമായിട്ട് ചേഞ്ച് വരുന്നുള്ളൂ, മാറ്റർ റിയാക്ഷൻ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ മാറുന്നില്ല. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ രണ്ടിനും ചേഞ്ച് ഇല്ല. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇക്വിലിബ്രിയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിൽ റിയാക്ടന്റും അതേപോലെ പ്രോഡക്റ്റും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ബോത്ത് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് കോ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് കാണപ്പെടുന്നുണ്ട്. ഇപ്പൊ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഉണ്ടാവും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ റിയാക്ടന്റ് ഉണ്ടാവും. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ രണ്ട് വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ടന്റും പ്രോഡക്റ്റും ഒരുമിച്ച് കാണപ്പെടുന്നുണ്ട്. ഇനി ഇക്വിലിബ്രിയം എന്ന് പറയുന്ന റിയാക്ഷനിൽ നമ്മൾ പഠിക്കേണ്ട അടുത്തൊരു ടേം ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിനെ നമ്മൾ KC എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. KC എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റിയാക്ഷൻ ഞാൻ പറയാണ്, AA പ്ലസ് BB റിവേഴ്സിബിളി ഗീവ്സ് CC പ്ലസ് DD. ഇങ്ങനെ ഒരു റിയാക്ഷൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതണം? ഇവിടുത്തെ പ്രോഡക്റ്റുകൾ ഏതൊക്കെ നോക്കുക, ആരുടെ വലതുവശം നോക്കുക, സിയും ഡിയും ഉണ്ട്, ആ C എന്നും D എന്നും എഴുതുക, അതിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതുക. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എന്തെങ്കിലും ഒരു വസ്തു എഴുതി കഴിഞ്ഞാൽ അതിന്റെ അളവ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് C ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? സിയുടെ മോളാർ കോൺസെൻട്രേഷൻ എന്നാണ്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് D ഇട്ട് കഴിഞ്ഞാലോ ഡിയുടെ മോളാർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡിയുടെ അളവ് എന്നാണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതി കഴിഞ്ഞാലോ A എന്ന് പറയുന്ന വസ്തുവിന്റെ മോളാർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവെന്നാണ്. B എന്നതിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ B എന്ന വസ്തുവിന്റെ അളവിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ KC ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറഞ്ഞാൽ C ഇൻറ്റു D ഡിവൈഡഡ് ബൈ A റിയാക്ടന്റുകൾ താഴെ എഴുതി ബ്രാക്കറ്റ് ഇട്ട് എഴുതുക. അതായത് പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ എടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ എടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് രണ്ടുകൂടെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. രണ്ടുകൂടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടും. അത് മാത്രമല്ല സൈഡിലെ നമ്പർ പവർ ആയിട്ട് ഇടണം. അപ്പൊ സിയുടെ സൈഡിലെ നമ്പർ C അല്ല, അപ്പൊ ഇതിന്റെ പവർ C, സൈഡിലെ നമ്പർ D, അപ്പൊ ഇത് പവർ D. സൈഡിലെ നമ്പർ എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ എഴുതൂല, അത് തന്നെയാണ്. ബിയുടെ സൈഡിലെ നമ്പർ B, അപ്പൊ ബിയുടെ പവർ B ആണ്. എയുടെ സൈഡിലെ നമ്പർ A, അപ്പൊ എയുടെ പവർ A ആണ്. അപ്പൊ ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ KC എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ N2 പ്ലസ് 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3 എന്ന് പറയാം. ഇവിടെ നമ്മൾ KCയുടെ വാല്യൂ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ KC ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ആരുണ്ട് ഇവിടെ, NH3 മാത്രമേ ഉള്ളൂ. അപ്പൊ NH3 എന്നിട്ടിട്ട് ബ്രാക്കറ്റ് ഇടുക, സൈഡിലത്തെ നമ്പർ 2 ആണ്, സോ അത് പവർ ആയിട്ട് എഴുതുക, ഡിവൈഡഡ് ബൈ റിയാക്ടന്റുകൾ ആരൊക്കെ ഉണ്ട്, N2 ഉണ്ട്, H2 ഉണ്ട്, അതിന്റെ കോൺസെൻട്രേഷൻ എടുക്കുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. H2ന്റെ സൈഡിലെ നമ്പർ 3 ആണ്, സോ H2ന്റെ പവർ 3 ആയിട്ട് കൊടുക്കുക. N2ന്റെ സൈഡിൽ ഒരു നമ്പറും ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. NH3യുടെ സൈഡിൽ 2 ഉള്ളത് കൊണ്ട് പവർ 2 ആയിട്ട് എഴുതുക.
ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്ന രീതി മനസ്സിലായല്ലോ. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്ന സമയത്ത് സോളിഡ് വസ്തുക്കൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ട് എടുക്കണം. സോളിഡ് വസ്തുക്കൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ട് എടുക്കണം. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കാരണം ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അളവ് അതിലുള്ളത് റിയാക്ഷൻ മീഡിയത്തിലുള്ളത് വാട്ടർ ആയിരിക്കും. വാട്ടറിന്റെ അളവ് തുടക്കത്തിൽ ഒരു 5 ലിറ്റർ ആണ് ഉള്ളതെങ്കിൽ റിയാക്ഷൻ തീരുമ്പോഴും ഏകദേശം 5 ലിറ്ററിന് അടുത്ത് തന്നെ കാണും. ഭയങ്കരമായിട്ടുള്ള മാറ്റമൊന്നും വാട്ടറിന്റെ കോൺസെൻട്രേഷനിൽ വരില്ല. അതുകൊണ്ട് തന്നെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോളിഡ് വസ്തുക്കൾക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിൽ യാതൊരുവിധ എഫക്റ്റും ഇല്ല. സോ സോളിഡിന്റെ കോൺസെൻട്രേഷൻ എത്ര ആയിട്ട് എടുക്കണം? 1 ആയിട്ട് വേണം നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ CaCO3 റിവേഴ്സിബിളി ഗീവ്സ്, ഇവിടെ ഞാൻ വേറൊരു പേജ് എടുത്ത് എഴുതാം. CaCO3 റിവേഴ്സിബിളി ഗീവ്സ് CaO പ്ലസ് CO2 എന്ന് പറയുകയാണ്. CO2 എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, CaO എന്ന് പറയുന്നത് സോളിഡ് ആണ്, CaCO3 എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആണ്. അപ്പൊ നിങ്ങളുടെ Kc എഴുതാൻ പറയാണ്. Kc ഈസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം നോർമലായി എഴുതി നോക്കുക. ഏതൊക്കെയാണ് പ്രോഡക്റ്റ്? CaO ഉണ്ട്, CO2 ഉണ്ട്. അപ്പൊ CaO ബ്രാക്കറ്റ് ഇടുക, ഇൻറ്റു CO2 ബ്രാക്കറ്റ് ഇടുക, ഡിവൈഡഡ് ബൈ CaCO3. ഇനി സോളിഡ് വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ അളവ് 1 ആയിട്ട് എടുക്കണം. അതായത് സോളിഡ്, ഇവിടെ ഒരു സോളിഡ് വസ്തു കാൽഷ്യം ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അപ്പൊ നമ്മൾ 1 ആയിട്ട് എടുക്കണം. പിന്നെ സോളിഡ് വസ്തു വേറൊരു സാധനം കൂടെ ഉണ്ടല്ലേ, കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ കാൽഷ്യം കാർബണേറ്റിന്റെ കോൺസെൻട്രേഷനും എത്രയായിട്ട് എടുക്കണം? അളവ് എത്രയായിട്ട് എടുക്കണം? 1 എന്ന് യൂണിറ്റി എന്ന് പറഞ്ഞെടുക്കണം. സോ Kc ഈസ് ഈക്വൽ ടു കാൽഷ്യം ഓക്സൈഡിന്റെ അവിടെ 1 കൊടുക്കുക, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CO2 ഡിവൈഡഡ് ബൈ CaCO3. CaCO3 അവിടെ എന്ത് കൊടുക്കണം? CaCO3 അവിടെയും 1 കൊടുക്കണം. CaCO3 അവിടെയും നിങ്ങൾ എത്ര കൊടുക്കണം? അവിടെ CaCO3 അവിടെയും 1 കൊടുക്കണം. കാരണം അതിന്റെ കോൺസെൻട്രേഷൻ 1 അല്ലേ. സോ കോൺസെൻട്രേഷൻ ഓഫ് CO2 എന്ന് മാത്രം അവശേഷിക്കും. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ Kc എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എന്നാണ് എന്റെ വിശ്വാസം. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വേറെ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അതിന് നമ്മൾ പഠിക്കേണ്ട ആദ്യം ഒരു നിയമം പഠിക്കണം, ലാ ഓഫ് കെമിക്കൽ. അതിനു മുമ്പ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വേറൊരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ കഴിയും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പ്രോസസ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇക്വിലിബ്രിയത്തിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ 1 ആണ് ഞാൻ പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയെ നമ്മൾ 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് കെമിക്കൽ ഇക്വിലിബ്രിയം, 2 ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ സ്വാഭാവികമായിട്ട് സംശയം വരും, എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇപ്പോൾ നമ്മളിപ്പോ സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതുന്നു. ഇപ്പൊ ഞാൻ എഴുതിയ റിയാക്ഷൻ തന്നെ എടുക്കാൻ, എന്താണ്? CaCO3 റിവേഴ്സിബിളി ഗീവ്സ് CaO പ്ലസ് CO2. ഈ റിയാക്ഷനിൽ ഇക്വിലിബ്രിയം എത്തി എന്ന് വെച്ചാൽ എന്താ? ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്പീഡും, അതായത് റിയാക്ടിന്റെ പ്രൊഡക്റ്റ് ആവുന്നതിന്റെ സ്പീഡ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, തിരിച്ചുള്ളതിന്റെ സ്പീഡ് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. എപ്പോഴാണോ ഈക്വൽ ആകുന്നത് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം എത്തിച്ചേർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. കെമിക്കൽ റിയാക്ഷനിൽ ഇക്വിലിബ്രിയം എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ പ്രോസസ്സുകളിൽ അറ്റൈൻ ചെയ്യുന്ന ഇക്വിലിബ്രിയത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പൊ കെമിക്കൽ ഇക്വിലിബ്രിയം ഇസ് ദ ഇക്വിലിബ്രിയം അറ്റൈൻഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനുകളിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയെയാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വാട്ടർ എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന വാട്ടർ, അതായത് ഐസ് ആണ്. അതിനെ ഞാൻ ഉരുക്കി കഴിഞ്ഞാൽ ആ വാട്ടർ ഏത് സ്റ്റേറ്റിലേക്ക് പോകുന്നു? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, അല്ലെ? അപ്പൊ സോളിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറിനെ ഉരുക്കി കഴിഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ ആയിട്ട് മാറുന്നു. ഇവിടെ പുതിയ വസ്തുക്കൾ വല്ലതും ഉണ്ടാവുന്നുണ്ടോ? ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. സോ സ്വാഭാവികമായിട്ട് ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പ്രോസസ് എത്തിച്ചേരാൻ കഴിയും. റിവേഴ്സിബിൾ റിയാക്ഷനുകളിലെല്ലാം ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും ഈക്വൽ ആകുന്ന ഒരു പോയിന്റ് വരും. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ ഫിസിക്കൽ റിയാക്ഷനുകളിൽ, ഫിസിക്കൽ പ്രോസസ്സുകളിൽ ഇതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്. കാരണം എന്താണ്? ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ്സാണ്. എന്താ കാര്യം? ഇവിടെ വാട്ടർ തന്നെയാണ് റിയാക്ടന്റ്, ഉണ്ടാവുന്ന സാധനം വാട്ടർ തന്നെയാണ്. പക്ഷെ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഇവിടെ വാട്ടർ സോളിഡ് സ്റ്റേറ്റിലും ഇവിടെ വാട്ടർ എന്ന് പറയുന്ന ഏത് സ്റ്റേറ്റിലുമാണ്? ലിക്വിഡ് സ്റ്റേറ്റിലുമാണ്. സോ ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ. ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രം മാറുന്നതുകൊണ്ട് ഇത് ഫിസിക്കൽ പ്രോസസ് ആണ് എന്ന് പറയാം. സോ അത്തരം റിയാക്ഷനുകളെ അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഇക്വിലിബ്രിയത്തിനെ നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് വിളിക്കുന്നത്. ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ എന്താണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം അറ്റൈൻഡ് ഇൻ ഫിസിക്കൽ പ്രോസസ് ഈസ് കാൾഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. Equilibrium attained in physical process is called physical equilibrium. Equilibrium attained in chemical process is called chemical equilibrium എന്ന് പറയാം.
ഇനി അടുത്തൊരു ഇക്വിലിബ്രിയത്തിനെ പറ്റി നമുക്ക് നോക്കണം. വേറൊരു രീതിയിലും ഉണ്ട് കേട്ടോ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിന്റെ മറ്റൊരു ഡെഫിനിഷൻ. ഇക്വിലിബ്രിയം എന്നതിന്റെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, രണ്ട് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയും. എന്താണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ N2 + 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3. ഇവിടെ എല്ലാ പ്രോഡക്റ്റ് ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, നൈട്രജൻ ഗ്യാസ് ആണ്. അതായത് റിയാക്ടന്റുകളും പ്രൊഡക്റ്റുകളും ഗ്യാസ് സ്റ്റേറ്റിലാണുള്ളത്. റിയാക്ടന്റുകളും പ്രൊഡക്റ്റുകളും എല്ലാം ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ, ഒരേ അവസ്ഥയിലാണെങ്കിൽ, ഇവിടെ നൈട്രജനും ഹൈഡ്രജനും അമോണിയയും എല്ലാം ഒരേ അവസ്ഥയിലാണ്, ഗ്യാസ് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇങ്ങനെ ഒരേ അവസ്ഥയിൽ റിയാക്ടന്റും പ്രൊഡക്റ്റും ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാൻ കഴിയുന്ന ഇക്വിലിബ്രിയത്തിനെ നമ്മൾ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്നാണ് വിളിക്കുന്നത്. ഇനി കാൽഷ്യം കാർബണേറ്റ് ഡികമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആകുന്ന പ്രോസസ് എന്താണ്? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, കാൽഷ്യം ഓക്സൈഡ് സോളിഡ് ആണ്, കാൽഷ്യം കാർബണേറ്റും എന്താണ്? സോളിഡ് ആണ്. ഇവിടെ നോക്കൂ, റിയാക്ടന്റും പ്രൊഡക്റ്റുകളും ഒരേ സ്റ്റേറ്റിലാണോ? അല്ല, സോളിഡ് ഗ്യാസ് എന്ന് പറയുന്ന വ്യത്യസ്ത അവസ്ഥകളിലാണ്, സ്റ്റേറ്റുകളിലാണ്. ഇങ്ങനെ വ്യത്യസ്ത ഒരു റിയാക്ഷനുകളിൽ റിയാക്ടന്റും പ്രൊഡക്റ്റും ഡിഫറന്റ് ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഇക്വിലിബ്രിയത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ടന്റ് എല്ലാം ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ, ഒന്നുകിൽ എല്ലാം ഗ്യാസ്, അല്ലെങ്കിൽ എല്ലാം സോളിഡ്, അല്ലെങ്കിൽ എല്ലാം ലിക്വിഡ്, ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റിലാണ് എല്ലാ റിയാക്ടന്റും പ്രൊഡക്റ്റും ഉള്ളതെങ്കിൽ അത് അവിടെ അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഇക്വിലിബ്രിയത്തിനെ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്നും, ഇനി റിയാക്ടന്റും പ്രൊഡക്റ്റും ഒരേ ഫേസിലല്ല വരുന്നതെങ്കിൽ അത്തരം ഇക്വിലിബ്രിയത്തിനെ നമ്മൾ ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്നും വിളിക്കാം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയ ആണ് പഠിക്കാനുള്ളത്. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയ. ഇക്വിലിബ്രിയം എന്നതിന്റെ പ്ലൂറൽ ഫോം ആണ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയ എന്ന് പറയും. വേറെ മീനിങ് ഒന്നുമില്ല. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയ കൊണ്ടുവന്നത് രണ്ട് സയന്റിസ്റ്റുകളാണ്, ഗുൾഡ്ബർഗും വേഗ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകളാണ് ഈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയ കൊണ്ടുവന്നത്. എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു റിയാക്ഷൻ ഞാൻ എടുക്കുന്നു, A+B റിവേഴ്സിബിളി ഗീവ്സ് C+D. ഇവിടെ രണ്ട് റിയാക്ഷൻ ഉണ്ട് അല്ലേ? റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്ന റിയാക്ഷനും ഉണ്ട്, പ്രൊഡക്റ്റ് തിരിച്ചെന്താവുന്ന റിയാക്ഷനും ഉണ്ട്, റിയാക്ടന്റ് ആവുന്ന റിയാക്ഷനും ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റിയാക്ഷനെ ഫോർവേഡ് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് A+B ഗീവ്സ് C+D അല്ലെ? ഇനി തിരിച്ചുള്ള റിയാക്ഷനെ ബാക്ക്വേർഡ് റിയാക്ഷൻ, അതായത് C+D ഗീവ്സ് A+B. അങ്ങനെ ഇവിടെ രണ്ട് റിയാക്ഷനുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ആദ്യത്തെ റിയാക്ഷന്റെ സ്പീഡിനെ, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റിനെ നമ്മൾ RF എന്ന് കൊടുക്കുന്നു, ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റിനെ നമ്മൾ എന്തെന്ന് കൊടുക്കുന്നു? RB എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഓർത്തോളുക, ഏതൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് അതിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. എന്താ പറയുന്നത്? ഏതൊരു റിയാക്ഷന്റെ റേറ്റും അതിലെ റിയാക്ടന്റുകളെ, ആ റിയാക്ഷനിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനുകളുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഈ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്ന RF അല്ലേ? അപ്പൊ RF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ടന്റ് ആരൊക്കെയാണ്? എയും ബിയും അല്ലേ? സോ എയുടെ അളവ് ബിയുടെ അളവും കൂടെ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെയാണെങ്കിലോ RB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു C × D എന്ന് പറയും. കാരണം ഈ റിയാക്ഷനിലെ റിയാക്ടന്റുകൾ എന്ന് പറയുന്നത് C യും D യുമാണ്. അപ്പൊ നമുക്ക് RF is equal to, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ഇടുമ്പോൾ വലതു ദിവസം ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലേ? അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് KF × A × B എന്നാണ്. ഇവിടെ RB is equal to, ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആകുമ്പോൾ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് കാൾഡ് KB × C × D എന്നാണ്. ഓർക്കുക, KF-നെ നമ്മൾ വിളിക്കുന്ന പേര് വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്നാണ്. KB-യെ നമ്മൾ വിളിക്കുന്ന പേര് വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാണ്. KF-നെ വിളിക്കുന്ന പേരെന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. KB-യെ വിളിക്കുന്ന പേരെന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാണ്. പക്ഷെ നമുക്കറിയാം ഈ രണ്ട് റിയാക്ഷനുകളും ഒന്ന് ഫോർവേഡ് റിയാക്ഷനും ഒന്ന് ബാക്ക്വേർഡ് റിയാക്ഷനുമാണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡും റേറ്റ് ഓഫ് ബാക്ക്വേർഡും ഈക്വൽ ആവും. അതായത് KF × A × B എന്നതും KB × C × D എന്നതും ഈക്വൽ ആവും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് KF/KB കണ്ടുപിടിക്കാം. KF/KB ഈസ് ഈക്വൽ ടു നിങ്ങൾ C × D ഡിവൈഡഡ് ബൈ A × B എന്ന് കിട്ടും. ഇതിനെ ഈ മേളത്തെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ ഒരു ഇക്വേഷനെ മാറ്റി എഴുതിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് KF/KB ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പഴയ ഇക്വേഷൻ തന്നെ കിട്ടും. ഇവിടെ KF എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, KB എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ രണ്ട് കോൺസ്റ്റന്റുകളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ we are getting a new constant, that is KF divided by KB, that will be is equal to KC, that is called equilibrium constant.
KF എന്ന് വെച്ചാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആണ്. KB എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത് KC is equal to KF divided by KB എന്ന്. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ടു പ്രെഡിക്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. ടു പ്രെഡിക്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ, അതായത് ഒരു റിയാക്ഷൻ എത്രത്തോളം വേഗത്തിൽ നടക്കും. ടു പ്രെഡിക്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. ആപ്ലിക്കേഷൻസ് ഓഫ് KC ആണ് നമ്മൾ പറയുന്നത്. KC എന്നതിന്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ എത്രത്തോളം സ്പീഡിൽ നടക്കും നമുക്ക് പറയാൻ കഴിയും. അതാണ് ടു പ്രെഡിക്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. എങ്ങനെ പറയാൻ കഴിയും? KCയുടെ വാല്യൂ 10 ക്യൂബ് എന്ന് പറയുന്ന നമ്പറിനേക്കാളും കൂടുതലാണ്, അതായത് 1000-നേക്കാളും കൂടുതലാണ് KCയുടെ വാല്യൂ എങ്കിൽ ആ റിയാക്ഷൻ എന്ന് പറയുന്നത് വെരി ഫാസ്റ്റ് റിയാക്ഷൻ ആയിരിക്കും. ആ റിയാക്ഷൻ വെരി ഫാസ്റ്റ് റിയാക്ഷൻ ആയിരിക്കും. KCയുടെ വാല്യൂ 10⁻³ ചെറിയ നമ്പർ ആണെങ്കിൽ ആ റിയാക്ഷൻ എന്ന് പറയുന്നത് വെരി സ്ലോ റിയാക്ഷൻ ആയിരിക്കും. ആ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? വെരി സ്ലോ റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ ഓർത്തോളുക, KCയുടെ വാല്യൂ 10 ക്യൂബിനേക്കാളും കൂടുതലാണെങ്കിൽ ആ റിയാക്ഷൻ വെരി ഫാസ്റ്റ് റിയാക്ഷൻ. KCയുടെ വാല്യൂ 10⁻³ കുറവാണെങ്കിൽ ആ റിയാക്ഷൻ വെരി സ്ലോ റിയാക്ഷൻ ആയിരിക്കും. KCയുടെ വാല്യൂ 10 ക്യൂബിനും 10⁻³ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ആ റിയാക്ഷൻ മോഡറേറ്റ് സ്പീഡിൽ നടക്കും. ഭയങ്കര സ്പീഡൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര പതുക്കെയൊന്നും പറയാൻ പറ്റില്ല, ഒരു മീഡിയം സ്പീഡിൽ ആ റിയാക്ഷൻ നടക്കും. ഇതാണ് KCയുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ഇറ്റ് വിൽ ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ എങ്ങോട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു തരാനായി KC സഹായിക്കും. KC എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു റിയാക്ഷൻ ഏത് രീതിയിലാണ്, എവിടെ നിന്ന് എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് പറയാൻ കഴിയും. അതെങ്ങനെയെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. കോൺസെൻട്രേഷൻ കോഷ്യന്റ് എന്ന വാക്ക് അറിഞ്ഞിരിക്കണം. കോൺസെൻട്രേഷൻ കോഷ്യന്റ് QC എന്ന് പറയുന്ന വാക്ക് അറിഞ്ഞിരിക്കണം. QC എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ A+B റിവേഴ്സിബിളി ഗീവ് C+D. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും Cയും Dയും Aയും Bയും ഒക്കെ റിയാക്ഷനിൽ ഉണ്ടാവും. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിലും ഉണ്ടാവും, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥ എത്തുന്നതിന് മുമ്പ് റിയാക്ടന്റ് പ്രോഡക്റ്റും ഒക്കെ നമ്മുടെ മീഡിയത്തിൽ ഉണ്ടാവും. അപ്പോൾ പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം, ഏതൊരു സമയത്തുമുള്ള പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ കിട്ടുന്ന നമ്പറാണ് കോൺസെൻട്രേഷനുകളുടെ റേഷ്യോ ആയ QC. ഇനി കോൺസെൻട്രേഷനുകളുടെ റേഷ്യോ ആണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? QC എന്ന് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? KC. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിൽ QCക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കൂടെ? KC എന്ന് കൊടുക്കും. എപ്പോഴാണോ QCയുടെ വിലയും KCയുടെ വില ഈക്വൽ ആവുന്നത് അപ്പോൾ ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കും. QC എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷനുകളുടെ റേഷ്യോ എന്നേ അർത്ഥമുള്ളൂ. QCയുടെ വിലയും KCയുടെ വില ഈക്വൽ ആവുന്ന സമയത്ത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. QCയുടെ വില KCയുടെ വിലയെക്കാളും കൂടുതലാണെങ്കിൽ ആ റിയാക്ഷൻ നടക്കുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അവിടുത്തെ സ്പീഡിന് നടക്കുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ബി ഫാസ്റ്റർ. ഇനി QCയുടെ വാല്യൂവിനേക്കാളും കൂടുതലാണ് KC വരുന്നതെങ്കിൽ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ നമുക്കൊരു റിയാക്ഷന്റെ ഡയറക്ഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇപ്പൊ KCയുടെ ഒരു ഇക്വേഷൻ ഞാൻ പറയാണ്. ഇപ്പൊ C×D ഡിവൈഡഡ് ബൈ A×B. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ KCയുടെ വാല്യൂ നമുക്കറിയാം, Dയുടെ അളവറിയാം, Aയുടെ അളവറിയാം, Bയുടെ അളവറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് C. അതായത് KCയുടെ വിലയും ചില കോൺസെൻട്രേഷൻ ടേമുകൾ നമുക്കറിയാമെങ്കിൽ അറിഞ്ഞുകൂടാത്ത കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായി സാധിക്കും. അതായത് അറിഞ്ഞുകൂടാത്ത വസ്തുക്കൾ, അതായത് റിയാക്ടന്റുകളുടെയോ പ്രോഡക്റ്റുകളുടെയോ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വസ്തു നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി A+B റിവേഴ്സിബിളി ഗീവ്സ് C+D. ഇത് പുതിയൊരു കാര്യമാണ് പറയുന്നത്. A+B ഗീവ് C+D എന്നതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KCയുടെ വില X ആണ് എന്ന് വിചാരിക്കുക. പിന്നെ P+Q റിവേഴ്സിബിളി ഗീവ്സ് R+S എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Y ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് X എന്നെടുത്തു. രണ്ടാമത് റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Y എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ Na പ്ലസ് NB റിവേഴ്സിബിളി ഗീവ്സ് NC+ND. അതായത് ആദ്യത്തെ ഇക്വേഷനെ ഫുൾ ആയിട്ട് N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു ഇക്വേഷനെ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുതിയൊരു ഇക്വേഷൻ കിട്ടുന്നു. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് ഏത് നമ്പർ കൊണ്ടാണോ ആ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തത്
ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടാനായിട്ട് ആദ്യത്തെ ആ ഇക്വേഷന്റെ പഴയ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുക, എക്സ് എന്ന് എഴുതുക, ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ അതേ റേസ് ടു എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പൊ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ എങ്കിൽ എക്സ് സ്ക്വയർ എന്ന് എഴുതും, 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എക്സ് റേസ് ടു 3 എന്ന് എഴുതും. 1/3 കൊണ്ടാണ് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിരുന്നെങ്കിൽ എക്സ് റേസ് ടു 1/3. അതായത് ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റേസ് ടു ആ നമ്പർ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇനി എ പ്ലസ് ബി സി പ്ലസ് ഡിയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ് ആണെങ്കിൽ സി പ്ലസ് ഡി റിവേഴ്സിബിളി ഗീവ്സ് എ പ്ലസ് ബിയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/x ആയിരിക്കും. അതായത് ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വില 1 എടുത്തിരിക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ് ആണെങ്കിൽ ആ ഇക്വേഷൻ തിരിച്ചിടുമ്പോൾ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/x ആയിരിക്കും. ഇനി എ പ്ലസ് ബി പ്ലസ് പി പ്ലസ് ക്യൂ റിവേഴ്സിബിളി ഗീവ്സ് സി പ്ലസ് ഡി പ്ലസ് ആർ പ്ലസ് എസ് എന്നതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആയിരിക്കും. അതായത് ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനോട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഇക്വേഷൻ അല്ലേ. ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനോട് ആഡ് ചെയ്യുമ്പോൾ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ആഡ് ചെയ്യല്ല ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി എ പ്ലസ് ബി മൈനസ് പി മൈനസ് ക്യൂ റിവേഴ്സിബിളി ഗീവ്സ് സി പ്ലസ് ഡി മൈനസ് ആർ മൈനസ് എസ്. എന്തായി സംഭവം? ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് മൈനസ് ചെയ്താണ് ഞാൻ ഈ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തേതിൽ നിന്ന് രണ്ടാമത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിവൈഡ് ചെയ്താൽ മതിയാവും, എക്സ് ബൈ വൈ എടുത്താൽ മതിയാവും. ഇത്രയും റൂളുകൾ അറിഞ്ഞിരിക്കുക. ഇനി എ പ്ലസ് ബി റിവേഴ്സിബിളി ഗീവ്സ് സി പ്ലസ് ഡി, എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന റിയാക്ഷനിൽ കെ സിയുടെ വില സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി ആണെങ്കിൽ ഇത് കെ സി നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഞാൻ പറഞ്ഞു, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയാം. ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയാം. ഇനി ഈ എയും ഗ്യാസ് ആണ്, ബി ഗ്യാസ് ആണ്, സി ഗ്യാസ് ആണ്, ഡി ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. അതായത് റിയാക്ടന്റുകളും പ്രോഡക്റ്റുകളും ഗ്യാസ് സ്റ്റേറ്റിലാണെങ്കിൽ കെ സി എന്നതിന് പകരം നമുക്ക് കെ പി എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാം. കെ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കെ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ പി ഇസ് കാൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് പറയാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. അത് പറയാൻ വേണ്ടി കോൺസെൻട്രേഷന് പകരം പ്രഷർ ഉപയോഗിക്കുക. അതായത് സിയുടെ പ്രഷർ പി സി റേസ് ടു സി ഇൻറ്റു ഡിയുടെ കോൺസെൻട്രേഷന് പകരം ഡിയുടെ പ്രഷർ പി ഡി റേസ് ടു ഡി ബൈ എയുടെ കോൺസെൻട്രേഷന് വരെ എയുടെ പ്രഷർ പി എ റേസ് ടു എ ഇൻറ്റു ബിയുടെ കോൺസെൻട്രേഷന് വരെ ബിയുടെ പ്രഷർ പി ബി റേസ് ടു ബി എന്ന് നമുക്ക് എഴുതാം. ഇവിടെ പി എ പി ബി പി സി പി ഡി എന്നൊക്കെ പറയുന്നത് പാർഷ്യൽ പ്രഷേഴ്സ് ആണ്. ഓരോന്നിന്റെയും പ്രഷറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് കേട്ടോ. കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഈ ഡെൽറ്റ എൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ എൻ ഇസ് ദ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷിയസ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ്. പ്രോഡക്റ്റിലെ ഗ്യാസുകളുടെ എണ്ണം മൈനസ് റിയാക്ടന്റിലെ ഗ്യാസുകളുടെ നമ്പർ ഓഫ് മോൾസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ CaCO3 റിവേഴ്സിബിളി ഗീവ്സ് CaO പ്ലസ് CO2 എന്ന് പറയുകയാണ്. ഇവിടെ CaCO3 സോളിഡ് ആണ്, CaO എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, CaO എന്ന് പറയുന്നത് സോളിഡ് ആണ്, CO2 എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. അപ്പൊ ഇവിടെ ഡെൽറ്റ എൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ വലതുവശത്ത് എത്ര ഗ്യാസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ സോളിഡ് ആണ്, അത് എടുക്കണ്ട, ഗ്യാസ് മാത്രം എടുത്താൽ. ഗ്യാസ് ഒരു കാർബൺ ഡൈ ഓക്സൈഡിൽ ഉള്ളൂ, സോ 1 മൈനസ്. റിയാക്ടന്റെ സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട്? ഗ്യാസ് ഒന്നുമില്ല, ഇവിടെ സോൾഡ് മാത്രമല്ലേ ഉള്ളൂ, സോ 0. ഗ്യാസുകളുടെ എണ്ണം, ഗ്യാസ് നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം 0. സോ 1 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഡെൽറ്റ എന്നിന് പകരം 1 കൊടുക്കണം. അപ്പൊ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു 1 എന്ന് വരും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. N2 പ്ലസ് O2 റിവേഴ്സിബിളി ഗീവ്സ് 2NO എന്ന് പറയുന്ന റിയാക്ഷനിൽ എല്ലാം ഗ്യാസുകളാണെന്ന് വിചാരിക്കുക. റിയാക്ടന്റും പ്രൊഡക്റ്റുകളും എല്ലാം ഗ്യാസുകളാണ്. ഇവിടെ ഡെൽറ്റ എൻ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോ ഈ സൈഡിൽ എത്രയുണ്ട്? 2 മൈനസ്, ഇവിടെ ഒരു N2 ഒരു O2, ടോട്ടൽ എത്ര? 2. സോ 2 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു എനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് കെ പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും?
Kc എന്ന് കിട്ടും. ഇനി N2 പ്ലസ് 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3 എന്ന് പറയുന്ന റിയാക്ഷനിൽ എല്ലാം ഗ്യാസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡെൽറ്റ ന്റെ വാല്യൂ എത്ര കണ്ടുപിടിക്കും? ഡെൽറ്റ n ഈക്വൽ ടു ഇവിടെ 2 ഉണ്ട്, 2 മൈനസ് ഇവിടെ 1 N2 3 H2 ടോട്ടൽ 4. സോ 2 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 -2. അപ്പോൾ Kp ഈസ് ഈക്വൽ ടു Kc ഇൻറ്റു RT റൈസ് ടു -2 എന്ന് എഴുതാം നമുക്ക്. ഇനി Kpയുടെ യൂണിറ്റ് ഓഫ് Kp എന്ന് പറയുന്നത് ATM റൈസ് ടു ഡെൽറ്റ n ആയിരിക്കും. ഡെൽറ്റ n എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ്. യൂണിറ്റ് ഓഫ് Kc എന്ന് പറയുന്നത് Kcയുടെ യൂണിറ്റ് ഓരോ റിയാക്ഷനും ഓരോ യൂണിറ്റ് ആണ്, മോൾ ഡിവൈഡഡ് ബൈ ലിറ്റർ ദ ഹോൾ റൈസ് ടു ഡെൽറ്റ n. യൂണിറ്റ് ഓഫ് Kp ATM റൈസ് ടു ഡെൽറ്റ n, യൂണിറ്റ് ഓഫ് Kc എന്ന് പറയുന്നത് മോൾ ബൈ ലിറ്റർ ദ ഹോൾ റൈസ് ടു ഡെൽറ്റ n ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഡെൽറ്റ ജി സീറോയും തമ്മിലുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. ഡെൽറ്റ ജി സീറോ എന്ന് വെച്ചാൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആണ്. അതായത് ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി, യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ, ഉപയോഗമുള്ള ഒരു ജോലി ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് നമ്മൾ ഡെൽറ്റ ജി സീറോ എന്ന് പറയുന്നത് ഫ്രീ എനർജി ചേഞ്ച് എന്ന് വിളിക്കും. തെർമോഡൈനാമിക്സിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഫ്രീ എനർജി ചേഞ്ച് എന്ന് വിളിക്കും. ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു -2.303 RT log Kc ആണ്. ഡെൽറ്റ ജി സീറോ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ -2.303 RT log Kc ആണ് നമ്മളവിടെ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, Kc എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റില് നമ്മൾ ലേ ഷാറ്റിലിയർ പ്രിൻസിപ്പിൾ പഠിക്കണം. ലേ ഷാറ്റിലിയർ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ ഇക്വിലിബ്രിയത്തിലാണ് ഒരു റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ടെമ്പറേച്ചറിനോ പ്രഷറിനോ കോൺസെൻട്രേഷനോ എന്തെങ്കിലും മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആ റിയാക്ഷൻ തന്നെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അത്രേ ഉള്ളൂ. ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് ഒരു റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ചേഞ്ച് നമ്മൾ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അപ്പൊ റിയാക്ടന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചേഞ്ച് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ പഴയ അവസ്ഥയിലോട്ട് എത്താൻ വേണ്ടി അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് തന്നെ അതൊക്കെ ചെയ്യുക. അതായത് ഒരു മാറ്റത്തിനെയും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു റിയാക്ഷനിൽ ഒരു മാറ്റവും നമുക്ക് വരുത്താനായിട്ട് കഴിയത്തില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ആ ചേഞ്ചിനെ ഇല്ലാതാക്കാനായിട്ട് സിസ്റ്റം തന്നെ ശ്രമിക്കും എന്ന് പറയുന്ന നിയമമാണ് ലേ ഷാറ്റിലിയർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലേ ഷാറ്റിലിയർ തത്വം എന്ന് പറയും. അതായത് ഇപ്പൊ കോൺസെൻട്രേഷന്റെ കേസ് എടുക്കുകയാണ്. നമ്മളിപ്പോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ, ഇത്ര കാര്യം മാത്രം ഓർത്തിരിക്കുക, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ, റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇക്വിലിബ്രിയം തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് പഴയ അവസ്ഥയിലോട്ട് എത്താൻ വേണ്ടി ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് തന്നെ കൂടും. ഇനി പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുകയാണെങ്കിൽ, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും, ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടും, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കാം. ഇനി ടെമ്പറേച്ചറിന് എന്ത് മാറ്റം വരുത്തും നോക്കാം. ടെമ്പറേച്ചർ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ, ടെമ്പറേച്ചർ നടക്കുന്ന റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് കൂടും. എക്സോതെർമിക് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് കുറയും. ഒരു റിയാക്ഷൻ എൻഡോതെർമിക് ആണെന്ന് എങ്ങനെ തിരിച്ചറിയുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ A+ ഹീറ്റ് റിവേഴ്സിബിളി ഗീവ്സ് B. ഇപ്പൊ ആരുടെ ലെഫ്റ്റ് സൈഡിലാണ് ഹീറ്റ് ഉള്ളത്, സോ അത് എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലാണ് ഹീറ്റ് ഉള്ളെങ്കിൽ അത് എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ നമുക്ക് A gives B, ഡെൽറ്റ H is equal to പോസിറ്റീവ് എന്ന് തരും. ഡെൽറ്റ H പോസിറ്റീവ് ഇങ്ങനെ തന്നു കഴിഞ്ഞാലും എൻഡോതെർമിക് ആണ്, ഈ രീതിയിൽ തന്നു കഴിഞ്ഞാലും എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഡെൽറ്റ Hന്റെ വില പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതാണ്. എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവ് എന്ന് വെച്ചാൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതാണ്, എൻഡോതെർമിക് റിയാക്ഷൻ.
എ റിവേഴ്സിബിളി ഗീവ്സ് ബി പ്ലസ് ഹീറ്റ് എന്ന് തരികയോ ഇത് എക്സോതെർമിക് റിയാക്ഷൻ. പ്രൊഡക്റ്റ് സൈഡിൽ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ. അല്ലെങ്കിൽ എ റിവേഴ്സിബിളി ഗീവ്സ് ബി ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്ത് റിയാക്ഷൻ ആണ്? എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നതാണ്. അതായത് ആ റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇനി പ്രഷർ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ, പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറവ് എവിടെയാണോ അങ്ങോട്ടുള്ള റിയാക്ഷന്റെ സ്പീഡ് കൂടും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ N2 പ്ലസ് 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3 എന്ന് പറയുന്ന റിയാക്ഷനിൽ ഇവിടെ 2 മോൾ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു N2 3H2 അല്ലേ, ടോട്ടൽ 4 മോൾ ഉണ്ട്. അപ്പോൾ ആരോയുടെ ലെഫ്റ്റ് സൈഡ് 4 മോൾ ഉണ്ട്, ആരോയുടെ റൈറ്റ് സൈഡിൽ 2 മോൾ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഇവിടെ അല്ലേ കുറവ്. അപ്പൊ പ്രഷർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തുള്ളതിന്റെ റിയാക്ഷന്റെ സ്പീഡ് കൂടും. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റിയാക്ഷന്റെ സ്പീഡ് കൂടും, ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും. ക്ലിയർ ആണ്. അപ്പൊ 2SO2 പ്ലസ് O2 റിവേഴ്സിബിളി ഗീവ്സ് 2SO3. ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഗ്യാസ് സിസ്റ്റങ്ങളിൽ മാത്രമേ പ്രഷറിന് എഫക്റ്റ് ഉള്ളൂ കേട്ടോ. ഗ്യാസ് എല്ലാം റിയാക്ടന്റും പ്രൊഡക്റ്റും എല്ലാം ഗ്യാസ് ആണെങ്കിൽ മാത്രമേ പ്രഷറിന് എഫക്റ്റ് ഉള്ളൂ. ഇവിടെ നോക്കിയാണ്, ഇവിടെ ഇപ്പൊ 2 SO2 ഒരു O2 ഇല്ലേ, ടോട്ടൽ എത്രയുണ്ട്? 3 മോൾ ഉണ്ട് അല്ലെ. ഇവിടെ എത്ര മോൾ ഉണ്ട്? 2 മോൾ അല്ലേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് മോൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തുള്ള റിയാക്ഷന്റെ സ്പീഡ് കൂടും എന്നാണ് പറഞ്ഞത്. റിയാക്ഷനിലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലുള്ള റിയാക്ഷന്റെ സ്പീഡ് കൂടും. ഇനി 2A റിവേഴ്സിബിളി ഗീവ്സ് 4B എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 4 മോളും ഇവിടെ എത്ര മോളും ഉണ്ട്? 2 മോളും ഉണ്ട് അല്ലെ. അപ്പൊ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലുള്ള റിയാക്ഷൻ, അതായത് ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും. പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞിടത്തുള്ള റിയാക്ഷന്റെ സ്പീഡ് കൂടും. അപ്പൊ സ്വാഭാവികമായിട്ട് സംശയം വരും, ഈ ഒരു റിയാക്ഷൻ N2 പ്ലസ് O2 റിവേഴ്സിബിളി ഗീവ്സ് 2NO. ഈ റിയാക്ഷനിൽ ഒരു N2 ഒരു O2, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇവിടെ 2 മോളാണ്, ഇവിടെ 2 മോളാണ്. സോ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ, റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ പ്രഷർ ഹാസ് നോ ഇൻഫ്ലുവൻസ്. പ്രഷറിൽ ആ റിയാക്ഷനിൽ എന്തില്ല? ഇൻഫ്ലുവൻസ് ഇല്ല. ഇനി പ്രഷറായി. ഇനി അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ്. ഒരു ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നു. ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിലോട്ട് ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യാണ്. ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ഏതൊക്കെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. ഇനർട്ട് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അവർ ആരുമായിട്ട് റിയാക്ട് ചെയ്തില്ല. പക്ഷേ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കണ്ടീഷൻ, ഇപ്പൊ കോൺസ്റ്റന്റ് വോളിയത്തിലാണ്, കോൺസ്റ്റന്റ് വോളിയം മാറാത്ത റിയാക്ഷനിലോട്ടാണ് ഒരു ഇനർട്ട് ഗ്യാസ് ഹീലിയമോ നിയോണോ ആർഗോണോ ഒക്കെ ആഡ് ചെയ്യുന്നതെങ്കിൽ, കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന റിയാക്ഷനിലാണ് ഒരു ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നോ ചേഞ്ച് ആണ്. അവിടെ റിയാക്ഷൻ ഒന്നും തന്നെ ഇല്ല, റിയാക്ഷന് ചേഞ്ച് ഒന്നും തന്നെ ഇല്ല. ഇനി ഒരു റിയാക്ഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ നമ്മൾ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനർട്ട് ഗ്യാസ് കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന ഒരു റിയാക്ഷനിലേക്ക്, അതായത് റിയാക്ഷൻ തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ പ്രഷർ മാറുന്നില്ല എങ്കിൽ ആ ഒരു റിയാക്ഷനിൽ നമ്മൾ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ നമ്പർ ഓഫ് മോള് കൂടിയിടത്തോട്ടുള്ള റിയാക്ഷന്റെ സ്പീഡ് കൂടും. നമ്പർ ഓഫ് മോള് കൂടിയ സ്ഥലത്തേക്കുള്ള റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു എങ്ങോട്ടാണോ അങ്ങോട്ടുള്ളതിന്റെ സ്പീഡ് കൂടും. അതായത് ഇപ്പൊ N2 പ്ലസ് 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3 എന്ന് പറയാണ്. ഈ റിയാക്ഷനിലെല്ലാം ഗ്യാസ് ആണല്ലോ, ഈ റിയാക്ഷനിലെല്ലാം ഗ്യാസ് ആണ്. ഇവിടെ ഞാൻ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നത് വെച്ചോളൂ, പ്രഷർ മാറ്റുന്നില്ല. കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഈ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടെയ്നറിനകത്തോട്ട് നമ്മൾ ഒരു നിയോൺ എന്ന് പറയുന്ന ഗ്യാസ് അകത്തോട്ട് കയറ്റി വിടുകയാണെന്ന് വെച്ചു. നിയോൺ എന്ന് പറയുന്ന ഗ്യാസ് അകത്തോട്ട് കയറ്റി വിടുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര മോളുണ്ട്? 4 മോളുണ്ട് അല്ലേ. ഇവിടെ എത്ര മോളുണ്ട്? 2 മോളല്ലേ ഉള്ളൂ. നമ്പർ ഓഫ് മോള് കൂടുതൽ എവിടെയാണോ കുറഞ്ഞിടത്തു നിന്ന് കൂടിയിടത്തോട്ട് നടക്കും. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റിയാക്ഷന്റെ സ്പീഡ് അങ്ങ് കൂടും, ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്പർ ഓഫ് മോള് കൂടിയത് എവിടെയാണോ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തോട്ടുള്ള റിയാക്ഷൻ നടക്കും. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോള് കുറഞ്ഞിടത്തുനിന്ന് നമ്പർ ഓഫ് മോള് കൂടിയിടത്തോട്ടുള്ള റിയാക്ഷന്റെ സ്പീഡ് എന്ത് ചെയ്യും? അങ്ങ് ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് ആസിഡുകളുടെയും ബേസുകളെയും പറ്റിയുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ്. ആസിഡുകളെ പറ്റി അറീനിയസ് പറഞ്ഞ കൺസെപ്റ്റ് ആദ്യം നമുക്ക് പഠിക്കാം. H+ ഡോണേഴ്സിനെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. അറീനിയസ് പറഞ്ഞത് പ്രകാരം H+ ഡോണേഴ്സിനെ ആസിഡ് എന്ന് വിളിക്കും, OH- ഡോണേഴ്സിനെ ബേസ് എന്ന് വിളിക്കും. അതായത് ഇപ്പൊ HCl ഒരു ആസിഡ് ആണ്. HCl വാട്ടറിൽ വീഴുമ്പോൾ എന്തൊക്കെ കളയൂടെ? വാട്ടറിൽ വീഴുമ്പോൾ H+ ഡോണേഴ്സിനെ ആസിഡ് എന്നും, വാട്ടറിൽ ലയിപ്പിക്കുമ്പോൾ OH- കളയുന്നതിന് ബേസ് എന്നുമാണ് വിളിക്കുന്നത്. HCl വാട്ടറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ H+Cl- ആയിട്ട് മാറൂല, ഇവിടെ H+നെ കളയല്ലേ. സോ HCl എന്ന് പറയുന്നത് നല്ലൊരു ആസിഡ് ആണ്. മനസ്സിലായോ?
H2SO4 വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ 2H plus SO4 2 - ആയി മാറിയല്ലേ? ഇവിടെ 2H plus കളയല്ലേ? സോ H2SO4 ഒരു ആസിഡ് ആണ്. അപ്പൊ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H പ്ലസിനെ കളയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്ന ആസിഡ്. ഒരു H പ്ലസിനെ കളഞ്ഞു കഴിഞ്ഞാൽ അത് മോണോ ബേസിക് ആസിഡ് എന്ന് വിളിക്കും. ഒരു H പ്ലസിനെ കളഞ്ഞു കഴിഞ്ഞാൽ അത് മോണോ ബേസിക് ആസിഡ് എന്ന് വിളിക്കും. 2H പ്ലസിനെയാണ് കളയുന്നതെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഇവിടെ ഡൈ ബേസിക് ആസിഡ് എന്ന് വിളിക്കും. അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു H പ്ലസിനെ കളയുന്ന ആസിഡുകൾ ഫോർ എക്സാമ്പിൾ HCl, HNO3 ഈ ആസിഡുകളെല്ലാം മോണോ ബേസിക് ആസിഡ് ആണ്. ഡൈ ബേസിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ H2CO3 കാർബോണിക് ആസിഡ്, H2SO3 സൾഫ്യൂറസ് ആസിഡ്, H2SO4 സൾഫ്യൂറിക് ആസിഡ്, ഇതെല്ലാം എന്ത് ആസിഡുകളാണ്? ഡൈ ബേസിക് ആസിഡുകളാണ്. രണ്ടിൽ കൂടുതൽ H പ്ലസ് കളയുന്ന ആസിഡുകളുണ്ട് കേട്ടോ. ഇപ്പൊ H3PO4 3 H പ്ലസിനല്ലേ കളയുന്നത്. സോ അതൊരു പോളി ബേസിക് ആസിഡ് ആണ്. രണ്ടിൽ കൂടുതൽ H പ്ലസിനെ കളയുന്ന ആസിഡുകളെല്ലാം നമ്മൾ പോളി ബേസിക് ആസിഡുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഓർത്തോളുക, H പ്ലസിനെ കളയുന്ന ആസിഡുകളെ നമ്മൾ H പ്ലസിനെ കളയുന്ന വസ്തുക്കളെ ആസിഡുകൾ എന്നും, OH മൈനസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH മൈനസിനെ കളയുന്ന വസ്തുവിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. ഇപ്പോൾ NaOH വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആയിട്ട് മാറും? Na പ്ലസും OH മൈനസ്. OH മൈനസിനെ കളഞ്ഞില്ല, അതുകൊണ്ട് ഒരു ബേസ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സിലേക്കഡ് ലൈം എന്ന് പറയുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിൽ കലക്കുന്ന സമയത്ത് Ca2 പ്ലസും OH മൈനസും ആയിട്ട് മാറിയല്ല. അപ്പോൾ OH മൈനസ് കളയല്ലേ? OH മൈനസ് കളയുന്നത് കൊണ്ട് CaOH ടോയ്സും എന്താണ്? നല്ലൊരു ബേസ് ആണ് എന്ന് അറീനിയസ് പറഞ്ഞു. പക്ഷെ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞ് വന്ന കൺസെപ്റ്റ് ആണ് ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്. ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്. അപ്പൊ എന്താണ് ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, H പ്ലസ് ഡോണേഴ്സിനെ ആസിഡ് എന്ന് വിളിക്കും, H പ്ലസ് ഡോണേഴ്സിനെ ആസിഡ് എന്ന് വിളിക്കും, H പ്ലസ് അക്സെപ്റ്റേഴ്സിനെ ബേസ് എന്ന് വിളിക്കും, H പ്ലസ് അക്സെപ്റ്റേഴ്സിനെ ബേസ് എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ NH3 H2O ഇടുകയാണ്. NH3 അമോണിയയെ നമ്മൾ H2O ഇടുകയാണ്. H2O NH3 കാണുമ്പോൾ H2O സ്പ്ലിറ്റ് ചെയ്ത് H പ്ലസ് OH മൈനസ് ആയിട്ട് മാറും. ഈ H പ്ലസ് NH3യുടെ കൂടെ ചേർന്നിട്ട് NH4 പ്ലസും ബാക്കി ആരുണ്ട്? OH മൈനസും ആയിട്ട് മാറും. പറഞ്ഞു മനസ്സിലായില്ലേ? NH3 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് H പ്ലസ് OH മൈനസ് ആവും. ഈ H പ്ലസ് NH3യുടെ കൂടെ ചേർന്ന് NH4 പ്ലസ് ആവും, ബാക്കിയുള്ള OH മൈനസ് ഉണ്ട്. ഇവിടെ അമോണിയ അല്ലേ H പ്ലസിനെ വാങ്ങിക്കുന്നത്? അമോണിയാണ് H പ്ലസിനെ വാങ്ങിക്കുന്നത്. സോ അത് ബേസ് ആണ്. H പ്ലസിനെ കളയുന്നത് വാട്ടർ അല്ലേ? വാട്ടർ ഇവിടെ ആസിഡ് ആണ്. വാട്ടർ ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യും? ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. വേറെ റിയാക്ഷൻ നോക്കാം. HCl വാട്ടർ ഇടുന്നു, വാട്ടർ ഒഴിക്കുന്നു, അല്ലെങ്കിൽ വാട്ടറിലോട്ട് HCl ഒഴിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഒഴിക്കുന്നത്. വാട്ടറിലോട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുമ്പോൾ HCl സ്പ്ലിറ്റ് ചെയ്ത് H പ്ലസ് Cl മൈനസ് ആയിട്ട് മാറും. H പ്ലസ് H2O ചേർന്നിട്ട് H3O പ്ലസ് ആവും. പ്ലസ് ബാക്കി ആരുണ്ട്? Cl മൈനസ് ഉണ്ട്. ഇവിടെ നമുക്ക് HCl H പ്ലസിനെ കളയല്ലേ. സോ HCl എന്ന് പറയുന്നത് ആസിഡ് ആണ്. H2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബേസ് ആണ്. ക്ലിയർ അല്ലേ? HCl ആസിഡ് ആണ്, H2 എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്. H2 H പ്ലസിനെ വാങ്ങിച്ച H3O പ്ലസ് അല്ലേ ആവുന്നത്. അപ്പൊ H3O ഇവിടെ H പ്ലസ് കളയുന്നത് ആസിഡ് ആണ്, H പ്ലസ് വാങ്ങിക്കുന്നത് എന്താണ്? ബേസ് ആണ്. അപ്പൊ നോക്കിയേ, വാട്ടർ ഒരു സ്ഥലത്ത് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, വേറെ സ്ഥലത്ത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ ന്യൂട്രൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ വാട്ടർ ചില റിയാക്ഷനുകളിൽ വാട്ടർ ആസിഡായും മറ്റു ചില റിയാക്ഷനുകളിൽ വാട്ടർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറയാം വാട്ടർ എന്ന് പറയുന്നത് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ് എന്ന് പറയാം. വാട്ടർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. അമോണിയ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. വാട്ടർ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്, അമോണിയ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. പിന്നെ ROH ആൽക്കഹോൾ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. HSO4 മൈനസ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. HPO4 മൈനസ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ എന്താണ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വസ്തുവിന് ആസിഡായും ബേസായും ഒരുപോലെ ആക്ട് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് എന്തെന്ന് വിളിക്കാം? നമുക്ക് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ഇനി NH3 H പ്ലസ് വാങ്ങിക്കുന്നത് ബേസ് അല്ലേ. NH3 ഉണ്ടാവുന്ന സാധനം ആരാ? NH4 പ്ലസ് അല്ലേ. ബേസിൽ നിന്നുണ്ടാവുന്ന സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ്. ബേസിൽ നിന്നുണ്ടാവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോൺജുഗേറ്റ് ആസിഡ്. വാട്ടറിൽ നിന്നുണ്ടാവുന്ന ആൾ ആരാ? OH മൈനസ് അല്ലേ. വാട്ടർ ഇവിടെ ആസിഡ് ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആസിഡിൽ നിന്നുണ്ടാവുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസ്. ഇവിടെ HCl ആസിഡ് അല്ലേ. HCl നിന്നുണ്ടാവുന്ന സാധനം Cl മൈനസ് അല്ലേ. അപ്പൊ Cl മൈനസ് എന്ന് പറയുന്നത് എന്താണ്? കോൺജുഗേറ്റ് ബേസ് ആണ്. H2O ബേസ് അല്ലേ. H2O എന്നുണ്ടാവുന്ന സാധനം H3O പ്ലസ് അല്ലേ. സോ H3O പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? കോൺജുഗേറ്റ് ആസിഡ് ആണ്. ഓക്കെ അല്ലേ. ഇവിടെ NH3യും NH4 പ്ലസും, NH3 എന്നുണ്ടാവുന്ന സാധനമാണ് NH4 പ്ലസ്. ഇതിനെ നമുക്ക് ജോഡിയായിട്ട് എഴുതാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ്. കോൺജുഗേറ്റ്
ആസിഡ് ബേസ് പെയർ എന്നാണ്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വസ്തു ഏതിൽ നിന്നാണ് ഉണ്ടാവുന്നത് അത് രണ്ടും കൂടെ ഒരു ജോഡിയായിട്ട് എഴുതി കഴിഞ്ഞാൽ അതാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അതായത് ഇപ്പോൾ HCl നിന്ന് ഉണ്ടാവുന്ന ആൾ ആരാണ്? Cl മൈനസ് അല്ലേ. ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എഴുതാൻ പറഞ്ഞാൽ HCl, Cl മൈനസ് എന്ന്. ഇനി ഇവിടെ H2O എന്നുണ്ടാവുന്ന സാധനം H3O പ്ലസ് അല്ലേ. അപ്പൊ ഇവിടെ ജോഡി എഴുതാം. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എഴുതാൻ പറഞ്ഞാൽ H2O H3O പ്ലസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഒരു കാര്യം നമുക്ക് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തു വന്നിട്ട് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് എഴുതാൻ പറയും. ഇപ്പോ HSO4 മൈനസ് ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡും എഴുതാൻ പറയുകയാണ്, കോൺജുഗേറ്റ് ബേസും എഴുതാൻ പറയുകയാണ്. എളുപ്പമാണ്. ആസിഡ് H പ്ലസ് കളയുന്നതാണ്. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ചിന്തിക്കണം. H പ്ലസ് ഉള്ള സാധനത്തിനോട് H പ്ലസ് ആഡ് ചെയ്യണം. കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ H കളഞ്ഞെഴുതണം, H പ്ലസ് കളഞ്ഞെഴുതണം. കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ H പ്ലസ് കളഞ്ഞെഴുതണം. റിയാക്ഷൻ ഇതിൽ നോക്കാം HSO4 മൈനസ്. പിന്നെ നമ്മൾ നമ്പർ സിസ്റ്റോടെ ഓർത്ത് വെച്ചേക്കണം. 0, 1, 2, 3, 4, -1, -2, -3. ഇപ്പൊ കോൺജുഗേറ്റ് ആസിഡ് ആണ് എഴുതാൻ പറയണമെങ്കിൽ, കോൺജുഗേറ്റ് ആസിഡ് ആണ് എഴുതാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് ഒരു സ്റ്റെപ്പ് കയറണം. കോൺജുഗേറ്റ് ബേസ് ആണ് എഴുതാൻ പറയുന്നുണ്ടെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് ഒരു സ്റ്റെപ്പ് ഇറങ്ങണം. അതായത് ഇപ്പൊ HSO4 മൈനസിന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറയാം. HSO4 മൈനസിന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ ഇതിലോട്ട് ഒരു H കൂടെ ചേർക്കണം. ഇതിലോട്ട് ഒരു H കൂടെ ചേർത്ത് എന്താവും? H2SO4 ആവും ഇല്ലേ? H2SO4 ആവും. ഇവിടെ ചാർജ് മൈനസിലല്ലേ നിൽക്കുന്നത്, -1 നിൽക്കുന്നത്. ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയറണം. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ മുകളിലോട്ട് കയറാനല്ലേ പറഞ്ഞു. -1 ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എത്രയാണ്? 0. അതായത് ഇവിടുത്തെ ചാർജ് 0 ആണ്. 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നൂടെ പറയാം. കോൺജുഗേറ്റ് ആസിഡ്, ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഒരു H കൂട്ടണം. സോ H2SO4. ഇവിടത്തെ ചാർജ് -1 ആണ്. ആ -1 അവിടെ നിന്ന് കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ മുകളിലോട്ട് ഒരു സ്റ്റെപ്പ് കയറും. 0 ആണ് ഇവിടത്തെ ചാർജ്. ഇനി ഈ വസ്തുവിന്റെ കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് എന്തിനെ കളയണമെന്ന് പറഞ്ഞിരിക്കണം? H നെ കളയണം. ഇത് ഒരു H ഉള്ളൂ. ആ H നെയും കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി SO4 അല്ലേ ഉള്ളത്. അപ്പോഴും മൈനസ് ആണ് ഇതിന്റെ ചാർജ്. മൈനസ് എന്ന് വെച്ചാൽ -1 നിൽക്കുന്നത്. കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം. അതായത് -2. അപ്പൊ ഇവിടുത്തെ ചാർജ് 2 -2 എന്ന് എഴുതാം, 2 എന്ന് എഴുതാം. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോ HPO4 2- ഇങ്ങനെ എഴുതിയാണ്. HPO4 2-. അപ്പൊ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഒരു H കൂട്ടിയേ എന്താവും? H2PO4. ഇനി -2 നിൽക്കുന്നത്. -2 കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ സ്റ്റെപ്പ് മുകളിലോട്ടല്ലേ കയറുള്ളൂ. -2ന്റെ മണ്ഡലത്തെ നമ്പർ എത്ര? -1. സോ ഇവിടത്തത് 1-. കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ ഇതിന് ഒരു H കളയുക. അപ്പൊ എന്തായി? PO4 ആയി. 2- ആയിരുന്നു. 2- അവിടെ നിൽക്കുന്ന കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം. എന്നല്ലേ പറഞ്ഞു. ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം. അപ്പൊ -2 എന്നുള്ളത് എന്തായി? -3 ആയി. ഇങ്ങനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എഴുതുന്നത്. ഇനി നമുക്ക് ആസിഡിന്റെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് പറയും. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് പറയും. അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് പറയുന്നത് അക്ഷരം Ka എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ആസിഡുകൾക്കും ഒരു Ka വാല്യൂ കാണും. K എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. Kയുടെ വാല്യൂവും അസിഡിക് സ്ട്രെങ്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. Kയുടെ വാല്യൂ കൂടുമ്പോൾ ആസിഡിന്റെ സ്ട്രെങ്ത് കൂടും. Kയുടെ വാല്യൂ കുറയുമ്പോൾ ആസിഡിന്റെ സ്ട്രെങ്ത് കുറയും. ഇനി ആസിഡിന്റെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ടേം ആണ് pKa. pKa = -log Ka എന്നാണ് നമ്മൾ പറയുന്നത്. pKa കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? -log Ka എന്നാണ്. pKയുടെ വാല്യൂവും അസിഡിക് സ്ട്രെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. pKയുടെ വാല്യൂ കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. pKയുടെ വാല്യൂ അസിഡിക് സ്ട്രെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ് ആണ്. അതായത് ബേസുകളുടെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ആണ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ് എന്ന് പറയും. Kb എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Kb കൂടുമ്പോൾ ബേസിന്റെ സ്ട്രെങ്ത് കൂടും, ബേസിക് സ്ട്രെങ്ത് കൂടും. Kbയുടെ വാല്യൂ കുറവാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറവായിരിക്കും. ഇനി pKb എന്ന് പറയുന്ന മറ്റൊരു ടേം ഉപയോഗിച്ചുകൊണ്ടും ബേസുകളുടെ സ്ട്രെങ്ത് പറയാറുണ്ട്. pKb = -log Kb എന്നാണ്. pKbയുടെ വാല്യൂവും ബേസിക് സ്ട്രെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. pKbയുടെ വാല്യൂ ബേസിക് സ്ട്രെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. pKb കൂടുമ്പോൾ ബേസിക് സ്ട്രെങ്ത് കുറയും, pKb കുറയുമ്പോൾ ബേസിക് സ്ട്രെങ്ത് കൂടും. ഇനി Kw ഉണ്ട് കേട്ടോ. Kw എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നാണ് വിളിക്കുന്നത്.
അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. KW എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ KW ഈസ് ഈക്വൽ ടു ഒരു സൊല്യൂഷനുള്ള H3O+ന്റെ അളവും OH- അളവും കൂടെ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ് KW. KW എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹൈഡ്രോണിയം അയോൺ. H3O+നെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോണിയം അയോൺ. ഹൈഡ്രോണിയം അയണിന്റെ അളവും ഹൈഡ്രോക്സൈഡ് അയോണിന്റെ അളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടേം ആണ് എന്ന് പറയുന്നത് KW. ഇനി KA ഇൻറ്റു KB എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? KW ആയിരിക്കും. KA KBയുടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും ഇവിടെ? KW. KA കണ്ടുപിടിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, C ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. C എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ. KA കണ്ടുപിടിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അതായത് ഡിസോസിയേറ്റ് ചെയ്യുന്നതിന്റെ അളവ്, റിയാക്ഷനിൽ പങ്കെടുക്കുന്നതിന്റെ അളവ്. അത് എത്ര പെർസെന്റേജ് തന്നിരിക്കും, ആ വാല്യൂ ഇവിടെ കൊടുത്താണ്. KB കണ്ടുപിടിക്കുന്ന ഇക്വേഷനും C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ തന്നെയാണ്. ഇതേ ഇക്വേഷൻ തന്നെയാണ്. ആൽഫ ഇസ് കാൾഡ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ബേസസ്. ഇവിടെ ആൽഫ ഇസ് കാൾഡ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ആസിഡ്. ആൽഫ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിസോസിയേറ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതാണ് ആൽഫ എന്ന് പറയുന്നത്. ഇനി വീക്ക് ആസിഡ് ആണെങ്കിൽ, വീക്ക് ആസിഡോ വീക്ക് ബേസോ ആണ് വരുന്നെന്നുണ്ടെങ്കിൽ KA is equal to C ആൽഫ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. KB is equal to C ആൽഫ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഡിനോമിനേറ്റർ ടേം എന്ന് പറയുന്നത് ഒന്നായിരിക്കും. നിങ്ങളത് നോക്കണ്ട. KA KB വീക്ക് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ KA is equal to C ആൽഫ സ്ക്വയർ, KB is equal to C ആൽഫ സ്ക്വയർ, where C is called concentration, alpha is called degree of dissociation. ഇനി H3O+ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ KA by ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. KA by ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. OH- അളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ C ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. C ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. OH- അളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൂട്ട് ഓഫ് KB ഇൻറ്റു C എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ അത്രേ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത വേറൊരു ഇക്വേഷൻ, സ്ട്രെങ്ത് ഓഫ് ആസിഡ് 1 ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് ആസിഡ് 2. രണ്ട് ആസിഡുകളുടെ സ്ട്രെങ്ത് പറഞ്ഞിരിക്കുകയാണ്. രണ്ട് ആസിഡുകളുടെ സ്ട്രെങ്തുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് അതിന്റെ KA വാല്യൂസ് തമ്മിൽ, KA ഓഫ് ആസിഡ് 1 ഡിവൈഡ് ബൈ KA ഓഫ് ആസിഡ് 2 എടുത്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. രണ്ട് ആസിഡുകളുടെ കോൺസെൻട്രേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഫസ്റ്റ് ആസിഡിന്റെ KA വാല്യൂ ഡിവൈഡ് ബൈ സെക്കൻഡ് ആസിഡിന്റെ KA വാല്യൂ ആയിരിക്കും. ഇതുപോലെ നമുക്ക് ബേസുകൾക്കും പറയാം. എങ്ങനെ പറയാം? സ്ട്രെങ്ത് ഓഫ് ബേസ് 1 ബൈ സ്ട്രെങ്ത് ഓഫ് ബേസ് 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസുകളുടെ സ്ട്രെങ്ത് പറയുന്നത് KB ആണല്ലോ, KB ഓഫ് 1 ഡിവൈഡ് ബൈ KB ഓഫ് 2 ആയിരിക്കും. ഇനി pH വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. pH is equal to minus log of H+ എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. pH വാല്യൂ എന്ന് പറയുന്നത് ആസിഡിന്റെ കോൺസെൻട്രേഷൻ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് pH. ബേസുകൾക്ക് ഉപയോഗിക്കുന്നത് POH ആണ്. POH എന്ന് പറയുന്ന ടേം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. POH is equal to minus log of concentration of OH minus ion. എപ്പോഴും POH-ഉം pH-ഉം കൂടെ കൂട്ടിയാൽ 14 ആയിരിക്കും എപ്പോഴും കിട്ടുന്നത്. അപ്പൊ ബേസുകളാണെങ്കിൽ നമുക്ക് pH കണ്ടുപിടിക്കാൻ കഴിയില്ല, കാരണം pH കണ്ടുപിടിക്കണമെങ്കിൽ H+ന്റെ അളവ് വേണം. ബേസുകളാണെങ്കിൽ നമ്മൾ ആദ്യം POH കണ്ടുപിടിക്കണം, കാരണം അതിൽ OH ആ ഉള്ളത്. POH കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിലെ pH കണ്ടുപിടിക്കാൻ പറ്റും. ബേസുകളുടെ pH നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. pH വാല്യൂ 0 ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. pH വാല്യൂ 0 ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. 0 കുറവാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. 0 കുറവാണെങ്കിൽ ആസിഡ് ആയിരിക്കും. 0-നേക്കാളും കൂടുതലാണെങ്കിൽ ആ വസ്തു എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. pH വാല്യൂ 0 ആണെങ്കിൽ ന്യൂട്രൽ, 0-നേക്കാൾ കുറവാണെങ്കിൽ ആസിഡ്, 0 ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. pH വാല്യൂ 1-നേക്കാളും കുറവാണെങ്കിൽ ബേസ് ആയിരിക്കും, അല്ല ആസിഡ് ആയിരിക്കും. pH വാല്യൂ 7 ആണെങ്കിൽ ന്യൂട്രൽ, pH വാല്യൂ 7-ൽ കുറവാണെങ്കിൽ ആസിഡ്, 7-ൽ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ബേസ് ആയിരിക്കും. അപ്പൊ 0 to 2 ആണ് സ്ട്രോങ് ആസിഡിന്റെ pH. സ്ട്രോങ് ആസിഡിന്റെ pH വാല്യൂ 0 to 2 ആണ്. വീക്ക് ആസിഡിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 5 to 7 ആയിരിക്കും.
സ്ട്രോങ് ബേസിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 12 to 14 ആയിരിക്കും. വീക്ക് ബേസിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 7 to 9 ആയിരിക്കും. അത് ഓർത്ത് വെച്ചിരിക്കുക. സ്ട്രോങ് ഓരോന്നിന്റെയും പി എച്ച് റേഞ്ച് ഓർത്ത് വെച്ചിരിക്കുക. ഇനി രണ്ട് സൊല്യൂഷനുകൾ ഉണ്ടെന്ന് വെച്ചോളൂ. രണ്ട് സൊല്യൂഷനുകളിൽ ഇപ്പൊ ഒന്നിൽ അമോണിയം ക്ലോറൈഡും ഉണ്ട്, രണ്ടാമത്തിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ ഇതിൽ അമോണിയം ക്ലോറൈഡിന്റെ അളവ്, അമോണിയം ക്ലോറൈഡിൽ NH4 പ്ലസും Cl മൈനസും ഉണ്ട്, രണ്ടാമത്തേൽ NH4 പ്ലസും OH മൈനസും ഉണ്ട് അല്ലേ. അപ്പൊ രണ്ട് ബീക്കറുകളിൽ രണ്ട് സൊല്യൂഷനുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സൊല്യൂഷനുകളിലും കോമൺ ആയിട്ടൊരു അയോൺ ഉണ്ട്. ഏതാണ്? ഇതിലുള്ളത് NH4 പ്ലസും ഇതിലുള്ളത് NH4 പ്ലസും കോമൺ ആയിട്ടുള്ള അയോൺ. രണ്ട് സൊല്യൂഷനിൽ കോമൺ അയോണുകളുടെ അളവ് തുല്യമാണെങ്കിൽ, രണ്ട് സൊല്യൂഷനുകളിൽ കോമൺ ആയിട്ടുള്ള അയോണുകളുടെ അളവ് തുല്യമാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആർ കാൾഡ് ഐസോഹൈഡ്രിക് സൊല്യൂഷൻ. ഐസോഹൈഡ്രിക് സൊല്യൂഷൻസ് എന്നാണ് വിളിക്കുന്നത്. സൊല്യൂഷൻസ് ഹാവിംഗ് സെയിം കോൺസെൻട്രേഷൻ ഓഫ് കോമൺ അയോൺ. രണ്ട് സൊല്യൂഷനിൽ കോമൺ അയോണുകളുടെ അളവ് തുല്യമാണെങ്കിൽ അതിനെ നമ്മൾ ഐസോഹൈഡ്രിക് സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത നമുക്കുള്ളത് സോലിബിലിറ്റി പ്രോഡക്റ്റ് ആണ്, KSP. KSP വിളിക്കുന്ന പേര് സോലിബിലിറ്റി പ്രോഡക്റ്റ് ആണ്. സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു റിയാക്ഷനിൽ ഇപ്പൊ AB ഗീവ്സ് A++B- ഈ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇക്വിലിബ്രിയത്തിൽ നടക്കുന്ന റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ KSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷനിലുള്ള അയോണുകളുടെ അളവ് എടുക്കുക, A+ × B-. A+ന്റെ അളവ് എടുക്കുക, B-ന്റെ അളവ് എടുക്കുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് തുല്യമായിരിക്കുക എന്ന് പറയുന്നത് KSP എന്ന് പറയുന്നത്. അപ്പൊ സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോലിബിലിറ്റി പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇക്വിലിബ്രിയം അവസ്ഥയിലിരിക്കുന്ന സൊല്യൂഷനിലെ അയോണുകളുടെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും KSP എന്ന് പറയുന്നത്. ഈ KSPയുടെ വാല്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലിബിലിറ്റി എന്ന് പറയാൻ പറ്റും. KSPയുടെ വാല്യൂ കൂടുമ്പോൾ സോലിബിലിറ്റി കൂടും, ഡിസോൾവ് ചെയ്യുന്നതിന്റെ അളവ് കൂടും. KSPയുടെ വാല്യൂ കുറയുമ്പോൾ ഡിസോൾവ് ചെയ്യുന്നതിന്റെ അളവ് കുറയും. അപ്പൊ KSPയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റി കൂടും, KSPയുടെ വാല്യൂ കുറയുമ്പോൾ സോലിബിലിറ്റി കുറയും. എപ്പോഴാണോ അയണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന വാല്യൂ സോലിബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും കൂടുന്നത്, എപ്പോഴാണോ, ഏതൊരു സമയത്താണോ അയണിക് പ്രോഡക്റ്റിന്റെ വാല്യൂ സോലിബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും കൂടുന്നത്, അപ്പോഴാണ് റിയാക്ഷനിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ അയണിക് പ്രോഡക്റ്റ് എപ്പോഴും സോലിബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും കൂടുതലായിരിക്കും. അയണിക് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഏതൊരു റിയാക്ഷൻ, ഏതൊരു സമയത്തുള്ള അയോണുകളുടെ പ്രോഡക്റ്റ്, അളവുകളുടെ പ്രോഡക്റ്റ്, അതാണ് അയണിക് പ്രോഡക്റ്റ്. ഇക്വിലിബ്രിയത്തിലുള്ള അയോണുകളുടെ പ്രോഡക്റ്റ് ആണ് സോലിബിലിറ്റി പ്രോഡക്റ്റ്. അയണിക് പ്രോഡക്റ്റ് സോലിബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും കൂടുമ്പോഴാണ്, അപ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്? പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. ഇനി അപ്പോൾ KSPയുടെ രണ്ട് ആപ്ലിക്കേഷൻസ് ഓർത്തുകൊള്ളുക. KSP എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോണുകളുടെ അളവുകളുടെ പ്രോഡക്റ്റ് ആണ് KSP എന്ന് പറയുന്നത്. KSP കൂടുമ്പോൾ സോലിബിലിറ്റി കൂടും. അയണിക് പ്രോഡക്റ്റിന്റെ അളവ് സോലിബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ എന്ത് നടക്കും? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോലിബിലിറ്റി S ആൻഡ് സോലിബിലിറ്റി പ്രോഡക്റ്റ് KSP. സോലിബിലിറ്റി പ്രോഡക്റ്റ് KSP, സോലിബിലിറ്റിയും സോലിബിലിറ്റി പ്രോഡക്റ്റ് KSP തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. ഫോർ AB ടൈപ്പ് സാൾട്ട് ആണെങ്കിൽ, അതായത് ഇപ്പോൾ NaCl പോലെയോ KCl പോലെയോ PbSO4 പോലെയോ Na1 Cl1 K1 Cl1 Pb1 SO4 AB ടൈപ്പ് സാൾട്ട്, A1 B1 ടൈപ്പ് സാൾട്ട് ആണെങ്കിൽ KSP = S² ആയിരിക്കും. KSP എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി പ്രോഡക്റ്റ് ആണ്, S എന്ന് പറയുന്ന സോലിബിലിറ്റി ആണ്. ഫോർ AB2 ടൈപ്പ് സാൾട്ട് എന്ന് പറയുമ്പോൾ കാൽഷ്യം ക്ലോറൈഡ്, CaCl2, MgCl2 ഇങ്ങനെയുള്ള സാൾട്ട് ആണെങ്കിൽ KSP കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 4s³ ആയിരിക്കും. KSP = 4s³ ആയിരിക്കും. ഫോർ AB3 ടൈപ്പ് സാൾട്ട്, AB3 ടൈപ്പ് സാൾട്ട് KSP = 27s⁴ ആയിരിക്കും. 27s⁴. AB3 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ AlCl3, അലുമിനിയം ക്ലോറൈഡ്, അങ്ങനെയുള്ള സാധനത്തിൽ KSP എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? 27s⁴ ആയിരിക്കും. ഓക്കെ. ഇനി ബഫർ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയണം. ബഫർ ഇപ്പൊ ഇപ്പൊ ഒരു വാട്ടറിന്റെ pH 7 ആണ്. ഇപ്പൊ വാട്ടറിലോട്ട് നമ്മൾ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ വാട്ടറിന്റെ pH കുറയും
ആസിഡ് ഒരു വസ്തുവിൽ ഏതൊരു വസ്തുവിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും pH ആ വസ്തുവിന്റെ pH കുറയും. കാരണം ആസിഡിന്റെ pH 7 കുറവാണ്. വേറൊരു വസ്തുവിലോട്ട് ബേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഏതൊരു വസ്തുവിലോട്ട് ബേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ pH കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ബേസിന്റെ pH 7 കൂടുതലാണ്. അപ്പൊ ഒരു വസ്തുവിലോട്ട് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ pH കുറയും. അതേ വസ്തുവിലോട്ട് ബേസ് ആണ് ഒഴിക്കണമെങ്കിൽ അതിന്റെ pH എന്ത് ചെയ്യും? കൂടും. പക്ഷെ ബഫർ എന്ന് പറയുന്ന സൊല്യൂഷൻ ആണ് നമ്മൾ ഒരു ബീക്കറിനകത്ത് എടുക്കണമെങ്കിൽ അതിലോട്ട് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാലും ബേസ് ഒഴിച്ചു കഴിഞ്ഞാലും അതിന്റെ pH എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. pH ചേഞ്ച് ആവാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്? ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓർത്തോളുക, pH ചേഞ്ച് ആവാത്ത, ആസിഡ് ഒഴിച്ചാലും ബേസ് ഒഴിച്ചാലും pH ചേഞ്ച് ആവാത്ത വസ്തുക്കളെയാണ് നമ്മൾ ബഫർ എന്ന് വിളിക്കുന്നത്. ബഫർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. അസിഡിക് ബഫർ എന്ന് വെച്ചാൽ അതിന്റെ pH എപ്പോഴും ആസിഡ് റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. അസിഡിക് ബഫർ എക്സാമ്പിൾ എന്ന് പറയുന്നത് CH3COOH CH3COONA. ഒരു ആസിഡ് CH3COOH എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് ആണ്. CH3CON എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം അസറ്റേറ്റ് ആണ്. അപ്പോൾ ഒരു ആസിഡ് അതിന്റെ തന്നെ സാൾട്ടുമാണ് CH3COH CH3CONA. ഇപ്പൊ ബേസിക് ബഫറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ ഒരു സാൾട്ടാണ് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. സാൾട്ടാണ് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അസിഡിക് ബഫറിന് എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. ബേസിക് ബഫറിന് എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. ക്ലിയർ അല്ലേ? ഇനി ബഫറിന്റെ അസിഡിക് ബഫർ ആണെങ്കിൽ ഏതൊരു അസിഡിക് ബഫറിന്റെ pH കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. pH is equal to pKa plus log of salt divided by concentration salt divided by concentration of acid ആണ്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, CH3COOH CH3COONA കൂടെ ചേർത്തൊരു മിക്സർ ഞാൻ എടുത്തില്ലേ? ആ മിക്സറിൽ ആസിഡിന്റെ അളവ് ഈ ഡിനോമിനേറ്റർ കൊടുക്കും, ഈ സാൾട്ടിന്റെ അളവ് ഈ മുകളിൽ കൊടുക്കും. എന്നിട്ട് pK വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. pK is equal to - log Ka എന്ന് പറഞ്ഞിട്ട് ആസിഡിന്റെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. ആ വാല്യൂ ഇവിടെ കൊടുക്കും, അപ്പോൾ pH കിട്ടും. ബേസിക് ബഫർ ആണെന്നുണ്ടെങ്കിൽ pH ന് പകരം POH ആണ് കണ്ടുപിടിക്കുന്നത്. POH is equal to pKb plus log of salt, concentration of salt divided by concentration of base ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡോട് ചേർത്തൊരു മിക്സർ പറഞ്ഞില്ലേ? ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് ബേസ് ആണ്, അതിന്റെ അളവ് താഴെ കൊടുക്കും. അമോണിയം ക്ലോറൈഡ് ആസിഡ് സാൾട്ട് ആണ്, അതിന്റെ അളവ് മുകളിൽ കൊടുക്കും. ബേസിന്റെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈമാണ് pKb, അത് ഇവിടെ കൊടുക്കും. അപ്പൊ നമുക്ക് POH കിട്ടും. ഈ POH ന്ന് നമുക്ക് ബേസിന്റെ pH കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ബേസുകളുടെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അസിഡിക് ബഫറിന്റെ ബേസിക് ബഫറിന്റെ ഈ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹെൻഡേഴ്സൺ ഹെസൽബാൽച്ച് ഇക്വേഷൻസ് എന്നാണ്. ഹെൻഡേഴ്സൺ ഹെസൽബാൽച്ച് ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. ഹെൻഡേഴ്സൺ ഹെസൽബാൽച്ച് ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ആസിഡും ബേസും കൂടെ ചേർന്ന് സാൾട്ടും വാട്ടറും ആകുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ്. ആസിഡും ബേസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സാൾട്ടും വാട്ടറും ആകുന്ന റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. അതായത് സാൾട്ടും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തൊക്കെ ഉണ്ടാവും ഇവിടെ? ആസിഡും ബേസും ഉണ്ടാകുന്ന റിയാക്ഷൻ ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സാൾട്ട് ഹൈഡ്രോളിസിസ്. ഓർത്തോണം, ആസിഡും ബേസും ചേർന്ന് സാൾട്ടും വാട്ടറും ആകുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേര് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ്. സാൾട്ടും വാട്ടറോട് ചേർന്ന് തിരിച്ച് ആസിഡ് ബേസ് ഉണ്ടാകുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേര് സാൾട്ട് ഹൈഡ്രോളിസിസ് എന്നാണ്. ഇനി ഒരു സാൾട്ടിനെ എല്ലാ സാൾട്ടുകളും ന്യൂട്രൽ അല്ല, എല്ലാ സാൾട്ടുകളും ബേസിക് അല്ല. ചില സാൾട്ടുകളൊക്കെ ആസിഡിക് സാൾട്ടുകൾ ഉണ്ട്, ചില സാൾട്ടുകൾ ബേസിക് സാൾട്ട് ഉണ്ട്, ചില സാൾട്ട് ന്യൂട്രൽ സാൾട്ട് ഉണ്ട്. ഇപ്പോൾ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസുമായിട്ട് ചേർന്നുണ്ടാകുന്ന സാൾട്ട് എപ്പോഴും ന്യൂട്രൽ സാൾട്ട് ആയിരിക്കും. ഇപ്പൊ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസുമായിട്ടാണ് ചേരുന്നതെങ്കിൽ ഉണ്ടാകുന്ന സാൾട്ട് എന്ത് സാൾട്ട് ആയിരിക്കും? ന്യൂട്രൽ സാൾട്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സ്ട്രോങ് ആസിഡ് HCl, സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് NaOH. ഇത് രണ്ടുകൂടെ ചേരുന്നു, അപ്പോൾ എന്ത് പറ്റും?
എച്ചും ഒ എച്ചും കൂടെ ചേർന്ന് H2O ആവും, പ്ലസ് NaCl കൂടെ ചേർന്ന് എന്താവും, NaCl ആവും. ഈ NaCl എന്ന് പറയുന്നത് എന്ത് സാൾട്ട് ആണ്, ന്യൂട്രൽ സാൾട്ട് ആണ്. കാരണം HCl സ്ട്രോങ് ആസിഡ് ആണ്, NaOH എന്താണ്, സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസുമായിട്ട് ചേർന്ന് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്ത് സാൾട്ട് ആണ്, ന്യൂട്രൽ സാൾട്ട് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു സ്ട്രോങ് ആസിഡും ഒരു വീക്ക് ബേസുമായിട്ടാണ് ചേരുന്നതെങ്കിൽ അപ്പോഴും സാൾട്ട് ഉണ്ടാവുമല്ലോ. എപ്പോഴും സ്ട്രോങ് ഏതാണോ അതിന്റെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. ആസിഡ് ആണ് സ്ട്രോങ് എങ്കിൽ അസിഡിക് സാൾട്ട് ആയിരിക്കും, ബേസ് ആണ് സ്ട്രോങ് എങ്കിൽ ബേസിക് സാൾട്ട്. ഇപ്പൊ ആസിഡ് സ്ട്രോങ് ആണ്, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സാൾട്ട് എന്ന് പറയുന്നത് എന്ത് സാൾട്ട് ആയിരിക്കും, അസിഡിക് സാൾട്ട് ആയിരിക്കും. അപ്പോൾ സ്ട്രോങ് ആസിഡും വീക്ക് ബേസോടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന സാൾട്ട് അസിഡിക് സാൾട്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്ട്രോങ് ആസിഡ് HCl തന്നെ എടുക്കുന്നു, വീക്ക് ബേസ് അമോണിയം ഹൈഡ്രോക്സൈഡ് എടുക്കുന്നു. അപ്പോ എച്ചും ഒ എച്ചും കൂടെ ചേർന്ന് എന്താവും, H2O ആവും. Cl-ഉം NH4 കൂടെ ചേർന്ന് NH4Cl ആവും. ഈ NH4Cl എന്ന് പറയുന്നത് എന്ത് സാൾട്ട് ആണ്, അസിഡിക് സാൾട്ട് ആണ്. കാരണം HCl സ്ട്രോങ് ആസിഡ് ആണ്, NH4OH വീക്ക് ബേസ് ആണ്. എപ്പോഴും ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ ഉണ്ടാകുന്ന സാൾട്ട് അസിഡിക് സാൾട്ട് ആയിരിക്കും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പൊ പറഞ്ഞൂടെ, ഒരു വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ബേസുമാണ് ചേരുന്നതെങ്കിൽ ഉണ്ടാവുന്ന സാൾട്ട് എന്ന് പറയുന്നത് ബേസിക് സാൾട്ട് ആയിരിക്കും. ഉണ്ടാകുന്ന സാൾട്ട് ആയിരിക്കും ഇവിടെ ബേസിക് സാൾട്ട്. അതായത് വീക്ക് ആസിഡിന്റെ എക്സാമ്പിൾ CH3COOH. സ്ട്രോങ് ബേസിന്റെ ഫോർമുല എന്ന് പറയുന്നത് NaOH. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസുമായിട്ട് ചേരുന്ന സമയത്ത് ഇവിടുത്തെ എച്ചും ഇവിടുത്തെ OH കൂടെ ചേർന്ന് എന്തായിട്ട് അങ്ങ് പോകും, H2O ആയിട്ട് പോകും. പ്ലസ് ഈ Na ഇവിടെ വന്ന് കയറും. അപ്പോ CH3COONa ആവും. ഇതെന്ന് പറയുന്നത് എന്ത് സാൾട്ടാണ്, ബേസിക് സാൾട്ടാണ്. ക്ലിയർ ആണ്. അപ്പോൾ ബേസ് സ്ട്രോങ് ആണെങ്കിൽ ബേസിക് സാൾട്ട് ഉണ്ടാവും, ആസിഡ് ആണ് സ്ട്രോങ് ആണെങ്കിൽ അസിഡിക് സാൾട്ട് ഉണ്ടാവും, രണ്ട് സ്ട്രോങ് ആണെങ്കിൽ ന്യൂട്രൽ സാൾട്ട് ഉണ്ടാവും. ഇനി നാലാമത്തെ പോയിന്റ്, ഒരു വീക്ക് ആസിഡും ഒരു വീക്ക് ബേസുമായിട്ടാണ് ചേരുന്നുണ്ടെങ്കിൽ ആ സാൾട്ടിന്റെ നേച്ചർ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് കനോട്ട് ബി പ്രഡിക്റ്റഡ്, ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, കോമൺ അയൺ എഫക്റ്റ്. കോമൺ അയൺ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ബീക്കറിലോട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ഇടുകയാണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു ബീക്കറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, വാട്ടറിൽ ഒരു ബീക്കറിൽ വെള്ളം എടുത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ് അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ NH4+ ഉണ്ടാവും, OH- ഉണ്ടാവും. അതേ ബീക്കറിലോട്ട് NH4Cl ഇട്ട് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറും, NH4+ ആവും, Cl- ആയിട്ട് മാറും. അപ്പോൾ ഒരു ബീക്കറിലോട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ഇടുമ്പോൾ അത് NH4+ OH- ആവുമല്ലേ. അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റ് ഇട്ടപ്പോൾ NH4+ OH- ആയല്ലോ. അതേ ബീക്കറിലോട്ട് തന്നെ ഞാൻ അമോണിയം ക്ലോറൈഡ് ഇട്ടു. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തിവിടുന്ന വസ്തുക്കൾ. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് NH4+ OH- ആയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലോട്ട് ഞാൻ NH4Cl ഒഴിച്ചപ്പോൾ NH4+ അളവ് കൂടിയില്ലേ ആ ബീക്കറിനകത്ത്? പറഞ്ഞ മനസ്സിലായോ? അമോണിയം ഹൈഡ്രോക്സൈഡ് വാട്ടറിലോട്ട് ഇട്ടപ്പോൾ NH4+ OH- ആയി. അതിലോട്ട് തന്നെ NH4Cl ഇട്ടപ്പോൾ NH4+ അളവ് അവിടെ കൂടിയില്ലേ? അതായത് പ്രോഡക്റ്റിന്റെ അളവ് കൂടിയില്ലേ? ഇവിടുത്തെ പ്രോഡക്റ്റിന്റെ അളവ് കൂടിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോഡക്റ്റ് ലേശാലിയ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചു, അവിടെ പറഞ്ഞായിരുന്നു പ്രോഡക്റ്റ് കൂടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. പ്രോഡക്റ്റ് കൂടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും, ആ എഫക്ട് ഇല്ലാതാക്കാനായിട്ട്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റിയാക്ഷന്റെ സ്പീഡ് കുറയല്ലേ, ഡിസോസിയേഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസോസിയേഷൻ. ഡിസോസിയേഷന്റെ സ്പീഡ് കുറയും. ഏതിന്റെ? വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന, മുറിഞ്ഞു പോകുന്ന റിയാക്ഷന്റെ സ്പീഡ് കുറയും. ഏത് ആഡ് ചെയ്തതുകൊണ്ട്? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട്. കാരണം ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുള്ളത് കൊണ്ടാണ്, ഒരു അയോൺ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. അമോണിയം ഹൈഡ്രോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് പോകുന്ന റിയാക്ഷന്റെ സ്പീഡ് നിൽക്കും. ഏത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ? NH4Cl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് എന്തെന്ന് പറയുന്നത്, കോമൺ ആയിട്ട് അയോൺ ഉള്ളത് കൊണ്ടുള്ള എഫക്റ്റ് ആണ്. ഈ ഒരു എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ചാപ്റ്റർ അവിടെ അവസാനിക്കാം.